ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം വൈബ് യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഈ പോകുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എത്ര പേര് കണ്ടിട്ടുണ്ട്? കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? നമുക്കൊന്ന് കണ്ടു നോക്കല്ലേ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് റോട്ടിൽ നിന്ന് അങ്ങനെ പോവുകയാണ്, ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പം പാലങ്ങളൊക്കെ കയറി പോവാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ. ഒന്ന് കണ്ടു നോക്ക്. ജനത്തിരക്കാണ്. അപ്പോൾ കണ്ട എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അവിടെ കുറേ പൈപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. പഴയ പൈപ്പ് പൊളിച്ചിട്ടതാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടാവും, വയറിങ്ങിൻ്റെ. കണ്ട ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡാണ്. എത്ര ബസ് നിർത്തിയില്ലാന്നറിയോ ഒരേ സമയം. പിന്നെ ഒരു പ്രത്യേകത, ഏത് ജില്ലയിലേക്കും ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് ഏത് ജില്ലയിലേക്കും ബസ്സുണ്ട്. അതുപോലെ ഏത് ജില്ലയിൽ നിന്നും കോഴിക്കോടേക്ക് ബസ്സുണ്ടാവും. കോഴിക്കോടേക്ക് ബസ്സില്ലാത്ത ഒരു ജില്ലയുണ്ടാവും. അതുപോലെ സംസ്ഥാനങ്ങളാണെങ്കിലും കോഴിക്കോടേക്ക് സർവീസ് ഉണ്ടാവും, ബസ് സർവീസ് ഉണ്ടാവും. കണ്ട ഒരുപാട് സൗകര്യമുള്ളൊരു ബസ് സ്റ്റാൻഡുണ്ട്. സാഗരമാണ് കണ്ട. എത്ര ബസ് നിർത്തിയിട്ടാലും അവിടെ ഒരു തിരക്കുണ്ടാവില്ല, ഒരു ടൈറ്റ് ബസ് സ്റ്റാൻഡ് തിങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കണ്ട ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കോഴിക്കോട് ബസ് സ്റ്റാൻഡ്? കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ചില ആൾക്കാർ കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞ് നിൽക്കും, പക്ഷെ പോയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും. നമുക്കൊന്നും ഉറപ്പിച്ച് വെക്കണ്ട. ഒരുപാട് കച്ചവടങ്ങളുണ്ട് ബസ് സ്റ്റാൻഡിനുള്ളിൽ. തുണിത്തരങ്ങളാണെങ്കിൽ പല ജാതി കച്ചവടങ്ങളുണ്ടാവും. കണ്ട ബസ് ഞാൻ മേലെ കയറിയിട്ടൊന്നും എടുത്താണ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്, കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ അപ്പുറമുണ്ട്, ആ സൈഡുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് ഞാൻ മേലെ കയറി എടുത്തത്. എന്നാലും ഒരു ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്താണ്. ഇതേപോലെ അപ്പുറത്ത് പോകണം. അതും ഒരുപാട് സൗകര്യമുള്ളതാണ്. ഒരു 10-200 ബസ്സിന് ഒരുമിച്ച് നിർത്തിയിടാൻ പറ്റിയൊരു സ്റ്റാൻഡാണിത്. അത്രയും വലിയ സ്റ്റാൻഡാണ്. കണ്ടില്ലേ, ഒരുപാട് ബസ്സാണ്. എത്ര സ്ഥലം ഉണ്ടറിയാം, ഭയങ്കരമാണ്. ഇതാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ പുതിയ സ്റ്റാൻഡ്. പഴയത് അപ്പുറം പാളയം മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ട് പഴയത്. അപ്പോൾ അങ്ങോട്ട് അവിടെ ബസ് ഇപ്പോഴും ഉണ്ട്. മറ്റേ ചെറിയ സർവീസ് നടത്തുന്നുണ്ട്. കുറ്റ്യാടി അങ്ങനെ ഒരുപാട് ഭാഗത്തേക്കുള്ള ബസ് അവിടെ നിന്ന് കിട്ടും. ഉള്ളേരി, കുറ്റ്യാടി, ബാലുശ്ശേരി, അങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ സ്ഥലത്തേക്കുള്ള ബസ് അവിടെ നിന്നും കിട്ടും. അവിടെയുണ്ട് പഴയ സ്റ്റാൻഡ് അവിടെയാണ്. ഇതാണ് പുതിയ സ്റ്റാൻഡ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ കാണാത്തവരുണ്ട് മക്കളെ കണ്ടോളൂ. ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ഒരേ സമയം ഇഷ്ടം പോലെ ബസ് നിർത്താം, എന്നാലും സൗകര്യത്തിനൊരു കുറവില്ല. ഇതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ഇതാണ് പഴയ സ്റ്റാൻഡ് കേട്ടോ. നമ്മളെ കോഴിക്കോട് പഴയ സ്റ്റാൻഡാണ്. ഞാൻ അങ്ങോട്ട് പോയതാണ് പഴയ സ്റ്റാൻഡേർഡ്. അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കോഴിക്കോടും പഴയതും പുതിയതും സ്റ്റാൻഡ് ഒന്ന് കാണിക്കണമെന്നുള്ളത്. ഇത് പഴയ സ്റ്റാൻഡാണ്. ഇതാണ് പഴയ സ്റ്റാൻഡ്, പാളയത്തുള്ള പഴയ സ്റ്റാൻഡ്. അപ്പോൾ ഇത് ചെറിയൊരു സൗകര്യമുള്ള ഏരിയയാണ്, വലിയ ഇതാണ് പഴയ സ്റ്റാൻഡ്. കണ്ട പഴയ സ്റ്റാൻഡാണിത്. വലിയ സൗകര്യമില്ല, എന്നാലും ഒരു 10-20 ബസ് ഡൗട്ടാണ്. 10-20 ബസ്